വളരെയധികം ബെനിഫിറ്റ് ഹ്യൂമൻസിന് കൊടുക്കുന്നുണ്ട്. ലൈക്ക് അഗ്രികൾച്ചർ ആയിക്കോട്ടെ, മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അവിടെ ആ ഒരു പ്രോട്ടീന്റെ മാസ് അക്യുമുലേഷൻ ഉണ്ടായി. ആൽഗ എന്ന് പറയുമ്പോൾ സ്പൈറുലിനും ക്ലോറല്ലിനും ആണ് എക്സാമ്പിൾ. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ കാൻഡിഡ യൂട്ടിലസ്. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിലൂടെ നമുക്ക് ഈ ഒരു SCP ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. വെൽക്കം ടു എജുസ് ഇന്റർനാഷണൽ അക്കാദമി. സോ ബയോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഡിഫറെന്റ് സെക്ടേഴ്സിൽ വളരെയധികം ബെനിഫിറ്റ് ഹ്യൂമൻസിന് കൊടുക്കുന്നുണ്ട്. ലൈക്ക് അഗ്രികൾച്ചർ ആയിക്കോട്ടെ, മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ. സോ ഇത്തരം തരങ്ങളിൽ ബയോളജി എന്ന് പറയുന്ന ഒരു സെക്ടേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഹ്യൂമൻസിന് കിട്ടും. അങ്ങനെ ഒരു ഹ്യൂമൻ വെൽഫെയറിന് സഹായിക്കുന്ന ഒരു ബയോളജിക്കൽ അപ്ലിക്കേഷൻ ആണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ? ക്വസ്റ്റ്യൻ ചിലപ്പോ ഇങ്ങനെയായിരിക്കും വരിക, വാട്ട് ഈസ് SCP? SCPയുടെ ഫുൾ ഫോം എന്ന് പറയും. അപ്പൊ SCP എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് എന്ത്? സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് നമുക്ക് നോക്കാം. സോ എ ഫാറ്റ് ബോയ് യോൺസ്, അതായത് എ ഫാറ്റ് ബോയ് യോൺസ് എന്ന് പറയുന്ന ഒരു കീയിലൂടെ നമുക്ക് എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. സോ അതിന് മുന്നേ എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ അത് നിങ്ങൾ നോട്ട് ചെയ്യാം. പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഡെവലപ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, എന്താണ് നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കുകയാണ് എങ്ങനെ? ഈ മൈക്രോ ഓർഗാനിസംസ് മൂലം കിട്ടുന്ന ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കോമ്പണൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിംഗിൾ സെൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഉൾപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ആൽഗെ, ഫംഗെ, ഈസ്റ്റ്, ബാക്ടീരിയ തുടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. സോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ സിംഗിൾ സെൽ പ്രോട്ടീൻസ്. ബൈ ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ആൽഗെ, ഫംഗെ, ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. സോ ഈ മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടി സ്റ്റെപ്സിലൂടെയാണ് ഈ ഒരു സിംഗിൾ സെൽ പ്രോട്ടീൻസ് ഡെവലപ്മെന്റ് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ഷൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ മീഡിയത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അവിടെ ആ ഒരു പ്രോട്ടീന്റെ മാസ് അക്യുമുലേഷൻ ഉണ്ടായി. അതിനുശേഷം എന്തുണ്ടായി? പ്രോട്ടീൻ അക്യുമുലേഷന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ അതിനെ ആ ഒരു പ്രോട്ടീനെ നമ്മൾ എന്ത് ചെയ്തെടുത്തു? പ്യൂരിഫൈ ചെയ്തെടുത്തു. സോ SCP എന്ന് പറയുന്നത് സിംഗിൾ സെൽ പ്രോട്ടീൻസ് ആണ്. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ആൽഗെ, ഫംഗെ, ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. സോ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുന്നു. നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻ മീഡിയത്തിലോട്ട് അതിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ന്യൂട്രിയൻ മീഡിയം എന്ന് പറയുമ്പോൾ ആ മൈക്രോ ഓർഗാനിസത്തിനെ ഡെവലപ്മെന്റ് ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസും കൺട്രോൾഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. സോ അതുവഴി നമുക്ക് ഒരു പെർട്ടിക്കുലർ മാസ് ഓഫ് പ്രോട്ടീൻ ഡെവലപ്മെന്റ് ചെയ്യുന്നു. ഈ മാസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമുക്ക് സിംഗിൾ സെൽ പ്രോട്ടീൻസ് കിട്ടുന്നത്. സോ ഇറ്റ്സ് എ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ബൈ ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ആൽഗെ, ഫംഗെ, ബാക്ടീരിയ, ഈസ്റ്റ് തുടങ്ങിയ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് നമുക്കിത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇതിന്റെ കോമൺ സോഴ്സസ് നമ്മൾ നോക്കിയില്ലേ? സോ ഈ ഒരു കോമൺ സോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾസ്, അതായത് ആൽഗെ, ഫംഗെ, ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. സോ അതിന് നമുക്ക് ഒരു എക്സാമ്പിൾസും കൂടെ പഠിച്ചു വെക്കാം. സോ ആൽഗയില് നമുക്ക് വരുന്ന എക്സാമ്പിൾ ആണ് എന്ത്? സ്പൈറുലീന. ഇത് വെക്കുക. ആൽഗയില് സ്പൈറുലീന, ആൽഗയില് ക്ലോറല്ല, ഈസ്റ്റില് കാൻഡിഡ യൂട്ടിലസ്, അതുപോലെ തന്നെ സെക്കാരോമൈസസ് എന്നും കൂടെ എഴുതാട്ടോ. സെക്കാരോമൈസസ്. ഓക്കെ, സോ ആൽഗെ എന്ന് പറയുമ്പോ സ്പൈറുലിനിയാണ് എക്സാമ്പിൾ. ആൽഗെ എന്ന് പറയുമ്പോൾ സ്പൈറുലിനും ക്ലോറല്ലിനുമാണ് എക്സാമ്പിൾ. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ കാൻഡിഡ യൂട്ടിലസ്, അതുപോലെ തന്നെ സക്കാരോമൈസസ് എന്ന് പറയുന്ന തരം ഈസ്റ്റും എന്തിന് കാരണമാവുന്നുണ്ട്? അല്ലെങ്കിൽ ആ ഫംഗസും എന്തിന് കാരണമാവുന്നുണ്ട്? ഈ SCP ഡെവലപ്മെന്റിന് കാരണമാവുന്നുണ്ട്. അപ്പോ പിന്നെ പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്നത് മീഥൈലോഫൈലസ് മെത്തിലോട്രോപ്പസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. ഈ സക്കാരോമൈസസ് ഫംഗയിൽ എഴുതണേ.
ഈസ്റ്റ് അല്ല, ഫംഗി എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിന്റെ താഴെ എഴുതിയാൽ മതി. ഓക്കെ, സോ ആൽഗെ എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് സ്പൈറുലീന, ക്ലോറല്ല. ഈസ്റ്റിന് എക്സാമ്പിൾ ആണ് കാൻഡിഡ യൂട്ടിലസ്. സെക്കാറോമൈസസിന് ഫംഗയും ബാക്ടീരിയയ്ക്ക് ഈ മിഥൈലോഫീലസ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസും കൂടിയാണ് വരുന്നത്. SCP എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയുള്ള ഒരു മെറ്റീരിയൽസ് മൈക്രോ ഓർഗാനിസംസ് വഴി നമ്മൾ ഡെവലപ്മെന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോമൺലി ആൽഗെ, ബാക്ടീരിയ, ഫംഗസ്, ഈസ്റ്റ് തുടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. സോ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ വളരെയധികം റിച്ച് ആയിട്ടുള്ളതാണ്. സോ ഓൾവേസ് ദേ ആർ പ്രോട്ടീൻ റിച്ച്. അതുപോലെ മൈക്രോ ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾഡ് കണ്ടീഷൻ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. സോ ന്യൂട്രിയൻ മീഡിയത്തിൽ മാത്രമല്ല ഈ ഒരു മൈക്രോ ഓർഗാനിസങ്ങളെ നിങ്ങൾക്ക് വേസ്റ്റ് മെറ്റീരിയലിലും കൂടെ നമുക്ക് വളർത്താൻ പറ്റും. സോ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്യാനും കൂടെ നമുക്ക് സഹായകമാണ്. സോ ഈ മൈക്രോ ഓർഗാനിസത്തിന് അത്രയധികം വലിയ സ്പേസസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. സോ അത് ലെസ് ലാൻഡ് ആണ് നീഡഡ് ആയിട്ടുള്ളൂ. സോ നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു റിച്ച് ഇൻ പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഈ മൈക്രോ ഓർഗാനിസത്തിന്. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിലൂടെ നമുക്ക് ഈ ഒരു SCP ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞിട്ടുണ്ടായത് വേസ്റ്റ് മെറ്റീരിയൽ പറഞ്ഞു, പിന്നെ കുറച്ച് ലാൻഡ് ആവശ്യമുള്ളൂ. പക്ഷെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു വേരിയസ് കൈൻഡ്സ് ഓഫ് ഈസ്റ്റ്, ഫംഗസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവയ്ക്കൊക്കെ ന്യൂക്ലിക് ആസിഡിന്റെ കോണ്ടന്റ് വളരെയധികം കൂടുതലാണ്. സോ ഈ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് അത് കൺസ്യൂം ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അലർജീസ്, ടോക്സിൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോഴും എക്സ്പെൻസസ് ആവശ്യമാണ്. സോ ഇത് വളരെയധികം റിച്ച് ആണ് പ്രോട്ടീൻ. വളരെ ഫാസ്റ്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യും. കുറച്ച് സ്പേസസേ വേണ്ടു. വേസ്റ്റ് മെറ്റീരിയൽസിലോ പോലും ഇവ വളരും. പിന്നെ നമ്മൾ പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ന്യൂക്ലിക് ആസിഡിന്റെ കോണ്ടന്റ് കൂടുതലാണ്. അതുപോലെ അലർജി, ടോക്സിൻസിന്റെ ഡെവലപ്മെന്റിന് സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ എക്സ്പെൻസസ് ആണ്. സോ പിന്നെ നമ്മൾ SCP കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? യൂസ്ഡ് ഇൻ ഹ്യൂമൻ ഫീഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അനിമൽ ഫീഡ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് അപ്പൊ നമ്മളിന്ന് നോക്കിയത് SCP എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ കുറിച്ചിട്ടാണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് മൈക്രോ ഓർഗാനിസം കൊണ്ടുണ്ടാവുകയാണെങ്കിൽ വി ഹാവ് ടു കോൾഡ് സിംഗിൾ സെൽ പ്രോട്ടീൻ. അത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. മൈക്രോ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അലർജിക് റിയാക്ഷൻസും ന്യൂക്ലിക് ആസിഡിന്റെ കണ്ടന്റും കൂടുതലാവാനുള്ള ചാൻസസും ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് സിംഗിൾ സെൽ പ്രോട്ടീൻ മനസ്സിലായി എന്ന് കരുതുന്നു. സോ താങ്ക് യു ഓൾ.